ഒരു പ്രതിഷേധത്തെയും അനുവദിച്ചു കൊടുക്കാതെ പ്രതിഷേധരഹിതമായ ഒരു കേരളത്തിൽ ഭരണം നടത്തി കളയാമെന്ന വിചാരമാണെന്ന് തോന്നുന്നു. വളരെ വലിയ സമരങ്ങളൊക്കെ നടത്തി അധികാരത്തിലെത്തിയ CPIM ഉള്ളത് എന്ന് തോന്നും ഇപ്പോഴത്തെ ഈ നടപടികൾ കണ്ടാൽ. മാത്രമല്ല ഇതിൽ ഒരു മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിൽ മന്ത്രി സജി ചെറിയാൻ ഇന്നലത്തെ ഈ അതിക്രമത്തെക്കുറിച്ച് പറഞ്ഞത് വളരെ കൗതുകരമായ ഒരു കാര്യമാണത്. ഇങ്ങനെയാണ്: മാന്യമല്ലാത്ത സമരം നടത്തിയാൽ അടി കിട്ടുമെന്നായിരുന്നു സജി ചെറിയാൻ്റെ പ്രതികരണം. അടി കിട്ടിയാലേ നേതാവാകാൻ കഴിയൂ. ഞങ്ങൾക്കും അടി കിട്ടിയിട്ടുണ്ട്. അടി കൊടുക്കാനാണ് പോലീസ് ഉള്ളതെന്നും സജി ചെറിയാൻ പറഞ്ഞു. കഷ്ടകാലത്തിന് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം. അടുത്ത കാലത്തായി പല വിടുവായത്തരങ്ങളും പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ കൃഷിക്കാരെ വെല്ലുവിളിച്ചത് പലതിനെ കുറിച്ചും പുള്ളി പറയും. മന്ത്രി കസേരയിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ മാന്യമല്ലാത്ത പ്രതിഷേധം. ഈ പ്രതിഷേധത്തിന്റെ മാന്യത നിർണ്ണയിക്കുന്നത് എങ്ങനെയാണാവോ? CPM നടത്തിയ പ്രതിഷേധങ്ങളൊക്കെ എത്രത്തോളം മാന്യത ഉണ്ടായിരുന്നു? അത് മറ്റേ പീഡനങ്ങളുടെ തീവ്രത അളക്കുന്ന ആളുകൾ വരേണ്ടി വരും അതിന്റെ മാന്യത അളക്കാൻ. അല്ല, എനിക്ക് തോന്നുന്നു അദ്ദേഹം ഉദ്ദേശിക്കുന്നത് CPM നടത്തുന്ന പ്രതിഷേധം മാന്യം, മറിച്ചുള്ളതെല്ലാം CPM പാർട്ടിയല്ല, CPM എന്ന പാർട്ടി അല്ലാതെ മറ്റു പാർട്ടികളൊക്കെ നടത്തുന്ന പ്രതിഷേധങ്ങൾ അമാന്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ മാന്യമായ പ്രതിഷേധം CPM മാത്രമാണ്. അപ്പോൾ CPM ഒഴികെയുള്ള പ്രതിഷേധങ്ങൾക്ക് അടി കൊള്ളേണ്ടി വരും. ആരടിക്കും? അടിക്കാനാണ് പോലീസ് ഉള്ളത്. ഒരു മറ്റേ പട്ടണപ്രവേശം സിനിമയ്ക്കകത്ത് മോഹൻലാലും ശ്രീനിവാസനും കൂടെ കൊട നന്നാക്കാനോ കൊട നന്നാക്കാൻ പോകും, മറ്റേ വേഷം മാറിപ്പോവല്ലോ, കൊട നന്നാക്കാൻ പോകും. അത് കഴിഞ്ഞിട്ട് മറ്റേ കൈനോട്ടക്കാരായിട്ട് പോകും. അവസാനം നാട്ടുകാരെല്ലാം കൂടെ പിടിച്ച് ഇടി കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തുമ്പോൾ ഇവർ CIDകളാണെന്ന് അറിയാതെയാണല്ലോ ഇടി കൊടുക്കുന്നത്. അപ്പം പോലീസ് സ്റ്റേഷനിൽ CIO SIO മറ്റോ വരുന്ന സമയത്ത് ഇവരെ കണ്ടു ഞെട്ടും. അയ്യോ സാറെന്താ ഇവിടെ, നിങ്ങളെന്തിനാണ് ഇവരെ കയ്യേറ്റം ചെയ്തത്, നിങ്ങളെന്തിനാണ് ഇവരെ ദേഹോപദ്രവം ഏൽപ്പിച്ചതെന്ന് ആൾക്കാരോട് ചോദിക്കുന്നുണ്ട് ഈ SI. അതിനല്ലേ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതെന്ന്. ആൾക്കാരെ ദേഹോപദ്രവം ഏൽപ്പിക്കാനാണ് പോലീസുകാർ സ്റ്റേഷനിൽ യൂണിഫോം ഇട്ടിരിക്കുന്നത് എന്നാണ് ആ കഥാപാത്രം പറയുന്നത്. എന്നതുപോലെ ഒരു മന്ത്രി തന്നെ പറയുകയാണ് അടിക്കാനാണ് പോലീസ് എന്ന്. ഇത് ഏത് തരത്തിലുള്ള ജനകീയതയാണ്, ജനാധിപത്യമാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രതിഷേധങ്ങൾ ശരിയാണ്, പ്രതിഷേധങ്ങളെ തടയേണ്ടതുണ്ട്. അതൊക്കെ നിയമപരമായി നടക്കുന്ന കാര്യം. പ്രതിഷേധങ്ങളും വേണം, പ്രതിഷേധങ്ങളെ തടയണം. പ്രതിഷേധത്തിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം പ്രതിഷേധങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലാക്കണം. ഇതൊക്കെ വളരെ സ്വാഭാവികമായ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിരിക്കും തന്നെ. അടിക്കാനാണ് പോലീസ്, മാന്യമല്ലാത്ത പ്രതിഷേധങ്ങളെ അടിക്കും എന്നുകൂടെ പറയുമ്പോൾ അത് ഏത് തരത്തിലാണ് അതിനെ ഉൾക്കൊള്ളേണ്ടതെന്ന് എനിക്കിതുവരെയും ബോധ്യപ്പെട്ടിട്ടില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.